എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് കുറച്ചൊന്ന് ഉഴപ്പാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ബാഗ് മേടിച്ചു കൊടുക്കുന്ന കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമല്ല, കുറച്ച് പേരുടെ സപ്പോർട്ടും ഉണ്ട്. കാര്യം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 3-4 പേര്, അവരുടെ ഒന്നും പേര് പുറത്ത് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനത് പറയുന്നില്ല. 4 പേര് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറായതുകൊണ്ട് ബാഗ് എന്നുള്ളത് മാറി ബാഗും ബുക്സും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും ഒരു പാക്കറ്റ് പെൻസിൽ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് 13 പേർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണ്. പക്ഷേ ഇത് കൊടുത്തപ്പോൾ ഇത് കിട്ടിയ ആൾക്കാരുടെ സന്തോഷം മെസ്സേജിലൂടെയും ഒരു ഫാമിലിയുടെ സന്തോഷം നേരിട്ടൊക്കെ കാണാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്. സോ അതുകൊണ്ടാണ്, അതിൻ്റെ തിരക്കുകളിലായതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇച്ചിരി ഉഴപ്പ് കാണിക്കുന്നത്. യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സജന പൂക്കുട്ടി. സജനയുടെ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു, താൻ 9 ആഴ്ച പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് വയ്ക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പേഴ്സണലായിട്ട് വയ്ക്കുക. അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇട്ടിട്ട് അതൊരു ചർച്ചയ്ക്ക് വഴി വെച്ചിട്ട് പിന്നെ വന്നിരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ല, ദൈവം പറഞ്ഞ തെറ്റാണ്, പേഴ്സണൽ കാര്യവും പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കണം എന്നൊരു അഭിപ്രായമുള്ളവർ അതും തുറന്നു പറയുക. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സജന പൂക്കുട്ടി വിഷയമാണ്. പൂക്കുട്ടി, സജന പൂക്കുട്ടി വിഷയമാണ്. ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ്, ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് സജന ഫിറോസ് വിഷയം ഉണ്ടായിരുന്നു. സജന ആദ്യം വന്നിട്ട് ഒരു ലൈവിൽ അവരുടെ നിലവിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതൊരു ചർച്ചയ്ക്ക് വഴിവെച്ചപ്പോൾ ഫിറോസ് അതിന് ഒരു മറുവാദവുമായിട്ട് രംഗത്ത് വന്നു. കർമ്മയാണ്, കർമ്മ തിരിച്ചടിക്കും, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഫിറോസ് സംസാരിച്ചു. ഈ 2 പേരെയും അല്ലെങ്കിൽ ഈ 3 പേരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം സജനെ സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഒരു കുഞ്ഞിനെയും കൊണ്ട്, കുഞ്ഞിനെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അതിന് ഞാൻ അറിഞ്ഞ വിഷയം വെച്ചിട്ട് ഫിറോസ് അതിന് സമ്മതിക്കാത്തൊരു അവസ്ഥ വന്നു, അതുകൊണ്ടാണ് അവർക്കത് ഓപ്പണായിട്ട് പറയേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്നലത്തെ ആ ഒരു സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് ആ ഒരു സപ്പോർട്ട് ചെയ്തത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി, സീരിയസ്ലി പറയുവാണെങ്കിൽ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സജനയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, എനിക്ക് തോന്നണം, എൻ്റെ തോന്നൽ മാത്രമാണ്, ഇത് എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല, എൻ്റെ തോന്നലാണ്. സജനയ്ക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അയാളെ മാക്സിമം എന്ത് ചെയ്യുക, നാണം കെടുത്തുക. എന്നിട്ട് അയാൾ വന്ന് സോറി പറയുമ്പോഴോ അല്ലെങ്കിൽ അയാൾ ഒരു കോംപ്രമൈസ് ടോക്ക് സംസാരിക്കുമ്പോഴോ ആ നാണം കെടുത്തിയത് എന്താണോ അതിനെ പിൻവലിക്കുക. ഇതാണ് എനിക്ക് തോന്നിയ കാര്യം. ഞാനിത് പറയാനുള്ള കാരണം, അന്ന് ഫിറോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് സജന ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം സജന വന്ന് ഒരു വീഡിയോ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ആൾക്കാർ അതിനെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് എന്നെയും വേറൊരാളെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഞങ്ങളുടെ ലൈഫിലേക്ക്, എൻ്റെയും ഫിറോസിക്കയുടെയും ലൈഫിലേക്ക് മറ്റ് മൂന്നാമതൊരാൾ വന്നതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത് എന്നൊക്കെ ആൾക്കാർ നരേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും അല്ല ശരി, ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ വീഡിയോ സജന ചെയ്തു. അതിൻ്റെ പിന്നോടി ഫിറോസും വേറൊരു വീഡിയോയുമായിട്ട് വന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ 2 പേരുടെ വീഡിയോയും കാണുന്നില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴേക്കും എനിക്ക് വിശ്വസിക്കാവുന്ന ഒരാളിൽ നിന്ന് ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ കുഞ്ഞ് ഹോസ്പിറ്റലായിരുന്നു. കുഞ്ഞ് ഹോസ്പിറ്റലായ സമയത്ത് ഫിറോസ് അങ്ങോട്ട് പോയിട്ട് ഈ സംഭവം സംസാരിച്ച് സോൾവ് ചെയ്തു, കോംപ്രമൈസ് ചെയ്തു. ഇനി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല, ഞാനിനെ ഉപദ്രവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ പേരിലാണ് 2 പേരും എന്ത് ചെയ്തത്, അവരുടെ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ആലോചിക്കുക, ഇവരുടെ ഫാമിലിയിലെ കാര്യം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള വിഷയം ആദ്യം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചത് ആരാണ്? സജനയാണ്. ഇവർ തമ്മിലുള്ള കാര്യം അല്ലെങ്കിൽ പോലും സജനയുടെ ഒരു വിഷയം ഒന്ന് സംസാരിച്ചു. അത് സംസാരിച്ചപ്പോഴാണ് മൂന്നാമതൊരാളുടെ പേര് അതിനകത്ത് വലിച്ചഴക്കപ്പെട്ടത്. ഈ 3ാമത്തെ പേര് വലിച്ചഴക്കപ്പെട്ടപ്പോൾ ആ 3ാമത്തെ ആളുടെ പേര് വലിച്ചഴക്കല്ലേ എന്ന് പറഞ്ഞിട്ട് സജന വന്നിട്ട് സംസാരിച്ചു, ആ 3ാമതൊരാൾ ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അന്ന് സംസാരിച്ചപ്പോൾ ഫിറോസ് ഇക്ക എന്ന് പറഞ്ഞാൽ സംസാരിച്ചത്. അതേസമയം ഇതിന് മറുപടി എന്നോണം ഫിറോസ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അവിടെയാണ് ഈ 3ാമതൊരാൾ ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായത്. അവിടെ ആ ഫിറോസിൻ്റെ എക്സ്പ്ലനേഷനിലൂടെ അവിടെയാണ് ഈ കർമ്മയുടെ സംസാരമൊക്കെ വരുന്നത്. കർമ്മയാണ്, അത് തിരിച്ചടിക്കും, ഞാനത് പണി കൊടുക്കും, മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് കുറേ സംസാരം ഉണ്ടായി. ഇതിന് മറുപടി എന്നോണം സജന വന്ന് പറഞ്ഞു, ഫിറോസ് ഇക്കേക്ക് അവിടെ പോയി, പിന്നെ ഫിറോസായി. ഓക്കെ, ഇത്രയും വീഡിയോകളാണ് അന്ന് വന്നത്. അതിനുശേഷം ഇവർ പോയിട്ട് കോംപ്രമൈസ് സംസാരിക്കുന്നു, വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫിറോസിനെ അവിടെ സജന എക്സ്പോസ് ചെയ്തു. അവിടെ വേറൊരാളും ഇൻവോൾവ് ആയി എന്നുള്ളതാണ്. ആരാണ്? ഇവരുടെ ഒരു ചാനൽ പ്രോഗ്രാമിനകത്ത് നടന്ന ഒരു വിഷയം. അതിനകത്ത് വേറൊരു പെൺകുട്ടി, ആ പെൺകുട്ടീൻ്റെ ഫിറോസ് കയറി പിടിച്ചെന്നോ ഫിറോസ് ലിപ് ലോക്ക് ചെയ്തെന്നോ ഒക്കെ പറഞ്ഞിട്ട് സജന സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ഒരു എക്സ്പ്ലനേഷൻ ഓഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര പേരെ ബാധിക്കപ്പെട്ടെന്ന് ആലോചിക്കണം. അതിനകത്ത് ജിഷിൻ്റെ പേര് വലിച്ചഴിക്കപ്പെട്ടു, പ്രമോദ് മണിയുടെ പേര് വലിച്ചഴിക്കപ്പെട്ടു, ഇവർക്കെല്ലാം ഇത് അറിയാമെന്ന് പറയുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ സജനയുടെ ഒരു ക്യാരക്ടർ വൈസ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാളെ എക്സ്പോസ് ചെയ്യാൻ തീരുമാനിച്ചാൽ എക്സ്പോസ് ചെയ്യും, അയാൾ വന്ന് മാപ്പ് പറഞ്ഞാൽ സംഭവം ഡിലീറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇന്നലെ ഈ ഒരു സ്റ്റോറി വന്നു, എന്താണ്, ഒരു വയറിൻ്റെ പിക്ക്
അതിൽ ഒരു കുഞ്ഞ് കിടക്കുന്ന ഒരു ഫോട്ടോ 9 വീക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തും തൊട്ട് മേളിൽ സജനയും പൂക്കുട്ടിയും കൂടി ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ. ഓക്കെ, ഇത് കാണുമ്പോൾ ഏതൊരാളും ചിന്തിക്കും ഇത് ഇന്ന ആളുടെ അത് അങ്ങനെ ആയിരിക്കുമല്ലോ, സത്യം അതായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അത് ഷെയർ ചെയ്തത്. പക്ഷേ ഈ പറയുന്ന പൂക്കുട്ടി വന്നിട്ട് എവിടെയും സംസാരിച്ചിട്ടില്ല അത് എൻ്റെ ആണ് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ റിലേഷനുണ്ട് എന്നൊന്നും പൂക്കുട്ടി വന്ന് പറഞ്ഞിട്ടില്ല. അതിന് അയാൾക്ക് അയാളുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും, എന്ത് തന്നെ ആയിക്കോട്ടെ. സജന ഇത് പബ്ലിഷ് ചെയ്തു. ഒരുപാട് ഓൺലൈൻ ചാനലുകൾ അത് ഒരു ന്യൂസാക്കി അല്ലെങ്കിൽ പോസ്റ്ററാക്കിയൊക്കെ വിടുന്നുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചർച്ചാ വിഷയമായി. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും സജന എന്ത് ചെയ്തു? ഈ പോസ്റ്റ് റിമൂവ് ചെയ്തു. അപ്പോൾ സജനയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ പൂക്കുട്ടീനെ നാട്ടിക്കുക എന്നുള്ളതാണോ, അതോ അയാളോട് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്തിട്ട് അയാൾ ചെയ്യാത്തത് കൊണ്ട് റിവെഞ്ച് ചെയ്തതാണോ? എന്താണ് സജന ഉദ്ദേശിക്കുന്നത്? അതായത് സ്വയം നാറിക്കൊണ്ട് മറ്റൊരാളെ നാറ്റിക്കുക. ഇതാണ് സജന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നാറിയാലും കുഴപ്പമില്ല, പക്ഷെ നീ നന്നാവരുത്, നീ രക്ഷപ്പെടരുത്, നീ നാറണം. ഈ ഒരു രീതിയാണ് കഴിഞ്ഞ ഈ 2 വിഷയങ്ങളിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിലും കമൻറ്റ് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൽ ആര് ശരി ആര് തെറ്റ് എന്ന് വിധിക്കാൻ നമ്മൾ ആളല്ല. കാരണം അവരുടെ കാര്യമാണ്. നമ്മൾ സംസാരിക്കുന്നതേ ശരിയല്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ സംസാരിക്കില്ല. കാരണം ഇതിനകത്ത് ഞാൻ കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ സജന ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഇദ്ദേഹമാണ് അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്. സോ അവർക്കിടയിൽ ഒരു റിലേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ഇവർ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഇവർ ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് പേഴ്സണൽ കാര്യമല്ലേ, ഇതിവരുടെ പേഴ്സണൽ കാര്യമല്ലേ. അത് വന്ന് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വിളമ്പുന്നത്? സോഷ്യൽ മീഡിയയിൽ വിളമ്പിയിട്ട് ആൾക്കാരത് സംസാരിക്കുമ്പോൾ, ചർച്ചാ വിഷയമാക്കുമ്പോൾ, പിന്നെ നാളെ വന്ന് പറയും അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, ഞങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും അർത്ഥമുണ്ടോ? നാറേണ്ടത് മുഴുവൻ നാറിയിട്ട് ഞാൻ കുളിച്ച് കയറാൻ പോവാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കുളിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇപ്പം ഞാനൊരു കല്യാണം കഴിഞ്ഞ ഒരാളാണ്, ഞാനൊരു ഡിവോഴ്സ് പേഴ്സണാണ് എന്ന് കരുതിയിട്ട് ഞാൻ വന്ന് പറയുവാണ് എൻ്റെ എക്സ് വൈഫ് മോശക്കാരിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഡിവോഴ്സ് ആയത്, അവരങ്ങനെയുള്ളവരാണ്, അവരിങ്ങനെയുള്ളവരാണ്. എനിക്ക് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നം അത് അവിടെ അവസാനിച്ചതാണ്. അത് പിന്നെ സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് അലമ്പാക്കേണ്ട കാര്യമില്ല. അവിടെ 2 പേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. ഒരാൾക്ക് ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ആ കാര്യം ഈ 2 പേരും തമ്മിൽ തീരുമാനമെടുത്ത് പിരിഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനടുത്ത് വെച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ വന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ എനിക്ക് സജ്ജനോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ ചെയ്യുന്നത് റോങ് ആണ്. ബാല പറയുന്ന പോലെ ദിസ് ഇസ് റോങ് ആണ്. നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്. ഇപ്പോൾ നോക്കിയോ, ചിലപ്പോൾ ഇന്നോ നാളെയോ ഫിറോസ് വരുമായിരിക്കും ഒരു മറുപടി ആയിട്ട്. കണ്ടോ ഞാനെന്ന് പറഞ്ഞു ശരിയായില്ലേ, കർമ്മ തിരിച്ചടിച്ചത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് വരുമായിരിക്കും. എന്തിനാണ്? നിങ്ങളെല്ലാവരും എന്തായാലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ വിഷയങ്ങൾ വാർത്തയായിട്ട് വരുമ്പോഴേക്കും ചർച്ചയാവും, ഉറപ്പായിട്ടും ചർച്ചയാവും. അതിന് വഴിവെക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എനിവേ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവർ ചെയ്യുന്നത് ശരിയാണോ? ശരിയാണെന്ന് അഭിപ്രായമുള്ളവർ ശരിയാണെന്ന് പറയുക. ശരിയല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് അഭിപ്രായമുള്ളവർ തെറ്റാണെന്ന് പറയുക. ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു, അത്രമാത്രം. ഇത് വലിയ ആഗോള പ്രശ്നമൊന്നുമല്ല, ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല. പക്ഷേ ഇതൊക്കെ ഓരോ കപ്പിൾസിനും പഠിക്കാനുള്ള പാഠങ്ങളാണ്. ഒരു ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം. എല്ലാവരുടെ ലൈഫിനും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും ആ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലയോ, കട്ട് ചെയ്യുക. പക്ഷേ ആ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ വന്നിട്ട് അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അയാൾ മറ്റതാണ് മറിച്ചാണ് എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ. ഈ പറഞ്ഞ പൂക്കുട്ടി വിഷയത്തിൽ എനിക്ക് തോന്നുന്ന കാര്യം അത്രയേ ഉള്ളൂ. അയാളോട് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവാം, അയാൾ കൊടുക്കാൻ തയ്യാറായില്ല, ഇവർ ഈ സംഭവം എക്സ്പോസ് ചെയ്തു. ഓക്കെ, അയാൾ വിളിച്ചിട്ട് ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു. അന്നും അങ്ങനെയാണ് സംഭവിച്ചത്. ഫിറോസ് പോയിട്ട് കോംപ്രമൈസ് ടോക്ക് സംസാരിച്ചു. കാരണം ഫിറോസിനെതിരെ ഇവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സജന ഫിറോസിനെതിരെ കൊണ്ട് കേസ് കൊടുത്തു സൈബർ സെല്ലിൽ, എന്നെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ പിന്നാലെയാണ് കുഞ്ഞിന് സുഖമില്ലാതായതും കുഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ് ആയതും ഇയാൾ പോയിട്ട് കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോയി സോൾവ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് സംസാരിച്ചു, എല്ലാ പോസ്റ്റും ഡിലീറ്റ് ചെയ്തു. ഇവിടെ സംഭവിച്ച അതൊക്കെ തന്നെ ആയിരിക്കാം. കേസിന് പോയിട്ടുണ്ടാവില്ലായിരിക്കും, അറിയില്ല, നമുക്കറിയില്ല. അതിനെക്കുറിച്ച് അവരൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് തോന്നിയ കാര്യം, ഞാൻ സംസാരിച്ചെന്ന് മാത്രം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.